أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم. الملك يومئذ لله. الملك يومئذ لله يحكم بينهم. فالذين آمنوا وعملوا الصالحات في جنات النعيم. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1088 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 55 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യസാലു അല്ലദീന കഫറൂ ഫീ മിർയത്തിൻ മിൻഹു ഹത്താ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം. الملك يومئذ لله يحكم بينهم فما الذين آمنوا وعملوا الصالحات في جنات النعيم. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. صدق الله العلي العظيم. سورة الحج 55 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ജീവിത ദർശനം ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതിനോടൊക്കെ നിഷേധഭാവത്തോടുകൂടി പ്രതികരിച്ച ആളുകൾ അവര് പല വിധത്തിലുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഉയർത്തിക്കൊണ്ടാണ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്ന, അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുന്നതിന് ഏറ്റവും യോജിച്ച, ഏറ്റവും തെളിമയുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ്. എങ്കിൽ പോലും അവര് ശീലിച്ചു വന്ന ചില രീതികളും സമ്പ്രദായങ്ങളും അവയെ കൈയൊഴിഞ്ഞുകൊണ്ട് സത്യമാർഗത്തിലേക്ക് വരാൻ വിസമ്മതിച്ചു നിൽക്കുകയാണ് വലിയൊരു വിഭാഗം ആളുകൾ. അവരുടെ നിഷേധഭാവത്തിന് അവര് പല പിൻബലമായിട്ട് പല ന്യായങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവരുടെ ആ നിഷേധത്തിന് പിൻബലമായിട്ട് അവര്
കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തുയർത്തി കാണിക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു നിലപാടിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. വലാ യസാലു അല്ലദീന കഫറു ഫീ മിറിയത്തിൻ. സത്യനിഷേധികള്, സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കാത്ത ആളുകൾ, അവര് ഫീ മിറിയത്തിൻ, സന്ദേഹത്തിൽ തന്നെയായിരിക്കും. അവര് പല വിധത്തിലുള്ള സംശയത്തിൽ തന്നെയായിരിക്കും. മിൻഹു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പിൻബലമായി അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് നിരന്തരം സംശയത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ഹത്താ തഅതിയഹുമുസ്സാ, ഈ സംശയം അവരുടെ കാര്യത്തില് അവസാനിക്കുന്നില്ല, അത് നീണ്ടുപോവുകയാണ്. ഹത്താ തഅതിയഹുമുസ്സാഅതു, വളരെ പെട്ടെന്ന്, വളരെ യാദൃച്ഛികമായി, അപ്രതീക്ഷിതമായി അന്ത്യസമയം വന്നു ചേരുന്നത് വരെ. അന്ത്യസമയം സംഭവിക്കുന്നത് ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന്റെ മുമ്പ് ഒരു തീരുമാനമെടുക്കുക എന്ന വിധത്തില് ഒരു ആലോചനയും സാധ്യമല്ല. അത് സംഭവിക്കുന്നത് പെട്ടെന്നാണ്, അപ്രതീക്ഷിതമായിട്ടാണ്, വളരെ ആകസ്മികമായിട്ടാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ തർക്കപ്രകൃതമുള്ള അനാവശ്യമായ സംശയങ്ങളുമായിട്ട് ജീവിതത്തില് ഏറ്റവും അനിവാര്യമായ ഒരു മാർഗദർശനം ഉൾക്കൊള്ളുന്നതിന് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, ഈ ആളുകള് ആ സന്ദേഹത്തിലും സംശയത്തിലും തടസ്സവാദങ്ങളിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അത് അന്ത്യനാള് സംഭവിക്കുന്നത് വരെ, സാഴത്ത് സംജാതമാകുന്നത് വരെ അവര് ആ തർക്കത്തിലും സന്ദേഹത്തിലും തന്നെയായിട്ട് നിലകൊള്ളും. അതല്ലെങ്കിൽ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം, ഫലശൂന്യമായ ഒരു നാളിന്റെ ശിക്ഷ അവരെ തേടി എത്തുന്നത് വരെ അവര് ആ നിറിയത്തിൽ തന്നെ കഴിഞ്ഞുകൂടും എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് വളരെ ദീർഘമായ ഒരു റെസ്പൈറ്റ്, ഒരു അവസരം അള്ളാഹു നൽകിയത് കൊണ്ട് അത് വിശേഷിച്ച് ഫലമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർക്ക് ദീർഘമായ ഒരു കാലം അനുവദിക്കപ്പെട്ടു എന്നതുകൊണ്ട് അവര് സുചിന്തിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും, എന്നിട്ട് സത്യമാർഗം പിൻപറ്റുന്നവരായി മാറും എന്നൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. മറിച്ച് എത്ര ദീർഘമായ കാലം അവർക്ക് അനുവദിക്കപ്പെടുകയാണെങ്കിലും ഒരു യൗമുൻ അഖീമിന്റെ അദാബ് വന്നു ചേരുന്നത് വരെ അവര് തീർച്ചയായിട്ടും ആ മിറിയത്തിൽ തന്നെ കഴിഞ്ഞുകൂടും. ഇനി യൗമുൻ അഖീം അല്ല, അത് സാഴത്ത് തന്നെയാണ് വരുന്നതെങ്കിൽ അതുവരെ അവര് ആ മിറിയത്തിൽ തന്നെ കഴിഞ്ഞുകൂടും. ഈ നിഷേധത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകള് അവർക്ക് എത്ര തന്നെ കാലം ദീർഘിപ്പിച്ചു കൊടുത്താലും, എത്ര തന്നെ സമയം നീട്ടിക്കൊടുത്താലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. വലാ യസാലു അല്ലദീന കഫറു ഫീ മിറിയത്തിൻ മിൻഹു, ഈ ജീവിത ദർശനം, വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനോടൊക്കെ ഈ മിറിയത്തിന്റെ ഒരു സമീപനം സംശയമാണ്, സന്ദേഹമാണ്, ആശയക്കുഴപ്പമാണ്. ആ നിലക്ക്, ആ നിലപാടിലായിരിക്കും അവർ. അത് എത്രത്തോളം നീണ്ടുപോകും? ഹത്താ തഅതിയഹും സാഅതു ബഗ്തത്തൻ, സാഅത്ത് എന്നത് അന്ത്യസമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അന്ത്യസമയം സംഭവിക്കുന്നത് വരെ, അന്ത്യസമയം അവരിലേക്ക് വന്നണയുന്നത് വരെ അവര് ആ മിറിയത്തിൽ തന്നെയായിരിക്കും. അതുപോലെ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം, അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും അന്ത്യസമയമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രയോഗം അതാണ് സൂചിപ്പിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന്റെയും കാര്യത്തിൽ ഒരു യൗമുൻ അഖീം ഉണ്ട്. അഖീം എന്ന് പറഞ്ഞാൽ വന്ധ്യ എന്നാണ് അർത്ഥം, ബാരൻ.
സന്താനോൽപാദന ശേഷിയില്ലാത്ത എന്നാണ് ആ വാക്കിന്റെ ലിറ്ററൽ മീനിങ്. എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷക്കും വകയില്ലാത്ത, ഈ ഒരു നാള് മറ്റൊരു പ്രതീക്ഷാ നിർഭരമായ ഒരു സംഗതിയുടെ തുടക്കമാണ് എന്ന് പറയാൻ കഴിയാത്ത, ഈ ഒരു പകല് ഒരു രാവിലെ അവസാനിക്കുന്നു, ഈ ഇന്നിന് ഒരു നാളെയുണ്ട് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു യൗമിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇല്ല എന്നല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു യൗമ് അതിനെ തുടർന്ന് ഇല്ല എന്ന അത്രയും നിരാശാജനകമായ, പ്രതീക്ഷ നൽകാത്ത വിധത്തിലുള്ള ഒരു നാള്. അഖീം എന്ന് പറഞ്ഞാൽ ദുർദിനം എന്നൊക്കെയാണ് പലരും അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തുകയാണ്. പ്രതീക്ഷയില്ലാത്ത, പ്രതീക്ഷ അറ്റ ഒരു നാളിന്റെ ശിക്ഷ, അത് അവരെ തേടി വരുന്ന, അത് സംഭവിക്കുന്നത് വരെ അവര് ആ സന്ദേഹത്തിലായിരിക്കും. പ്രതീക്ഷ അറ്റ ദിനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ചില ശ്രദ്ധേയമായ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി നേരിട്ടുകൊണ്ടിരുന്ന ഫിറഔൻ സമുദ്രത്തിൽ മുങ്ങി ചാവുന്ന ആ സന്ദർഭം ഇതുപോലെയുള്ള ഒരു യൗമുൻ അഖീമാണ്. പ്രതീക്ഷ നൽകാത്ത, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലശൂന്യമായ, ഏറ്റവും അപകടം പിടിച്ച ഒരു നാള്. ഇതുപോലെ ചരിത്രത്തിലെ ചില ദിനങ്ങള് പലരുടെയും കാര്യത്തില് ഈ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഓരോരുത്തരുടെയും അന്ത്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അവസരം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുന്ന ഒരു നാളുണ്ട്. അതേപോലെ ഒരു സാഴത്ത് മുഴുവൻ മനുഷ്യരും മരിപ്പിക്കപ്പെടുകയും പുനരുത്ഥാനം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഴത്തും സംഭവിക്കാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ അന്ത്യനാളാവാം, അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും അന്ത്യം കുറിക്കപ്പെടുന്ന ആ നാളാവാം. രണ്ടിലൊന്ന് സംഭവിക്കുന്നത് വരെ അവർ ഈ മിറിയത്തിൽ തന്നെ ആയിരിക്കും. അവർക്ക് യുക്തിയോ ബുദ്ധിപരമായ പരിഗണനയോ കാര്യങ്ങളെ വിശദമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നത് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. അത് അവരുടെ നിലപാട് കാരണമായിട്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുമുണ്ട്. തുടർന്ന് പറയുന്നാൽ മുൽക്ക് യൗമ ഇതിനില്ല, അന്ന് കാര്യങ്ങളുടെ സമ്പൂർണമായ നിയന്ത്രണം, കാര്യങ്ങളുടെ മേലുള്ള സമ്പൂർണമായ ആധിപത്യം, അധികാരം അള്ളാഹുവിനാണ്. അൽ മുൽക്കു യൗമ ഇതിൻ ലില്ല. ആ യൗമുൻ അഖീമില് ആർക്കും തങ്ങളുടെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊന്നും ചെയ്യാൻ അവസരമില്ല. അന്ന് ആധിപത്യം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് മാത്രമാണ്. ഇതെന്റെ ജീവിതമാണ്, എന്റെ ഭാഗ്യം, എന്റെ ഭാഗധേയമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും അതില് കൃത്യമായി എനിക്ക് ഗുണകരമായ ഒരു തീരുമാനം എടുത്തു കളയാമെന്നൊന്നും അന്ന് ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു നടപടിക്ക് സാധ്യമല്ല. അന്ന് ഓരോരുത്തരുടെയും പരിണിതി നിർണയിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ തീരുമാനം പ്രകാരമാണ്. അതില് മറ്റാർക്കും ഒരു നിയന്ത്രണവും ഇല്ല. അന്ന് മുൽക്ക്, അധികാരം, എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം അത് യൗമ ഇതിനില്ല. യഹ്കുമു ബൈനഹും, ആ നാളിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. എല്ലാ ഘട്ടങ്ങളിലും ചരിത്രത്തിലെ ഏത് സാഹചര്യത്തിലും നമുക്ക് രണ്ട് പക്ഷങ്ങൾ കാണാൻ കഴിയും. സത്യത്തിനു വേണ്ടി നിലക്കൊണ്ടവരും അതുപോലെ ബാത്തിലിനു വേണ്ടി നിലക്കൊണ്ടവരുമായിട്ടുള്ള രണ്ട് പക്ഷങ്ങൾ. ഇവയ്ക്കിടയില് സന്ദേഹത്തിന്റെ, സംശയത്തിന്റെ, ആശയക്കുഴപ്പത്തിന്റെ ഒരുപാട് ഇടങ്ങളും കാണും. ഇക്കാര്യത്തില് അന്തിമമായ വിധി കൽപ്പിക്കുന്നത് അള്ളാഹുവാണ്. സത്യസന്ധതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച ആളുകൾ തീർച്ചയായിട്ടും അതിന്റെ ഫലം നേടുന്നതാണ്.
സത്യസന്ധതയില്ലാതെ ബുദ്ധിപരമായ ഡിസോണസ്റ്റിയോട് കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ആളുകൾ അതിന്റെ ദുരന്തവും ഏറ്റുവാങ്ങുന്നതാണ്. അന്ന് ആർക്കും തന്റെ ഫെയ്റ്റ്, തന്റെ ഭാഗതയും ഇങ്ങനെ വേണ്ടത് എന്ന് പറഞ്ഞ് അതിൽ തിരുത്തൽ വരുത്താനോ തനിക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനൊന്നും ആർക്കും സാധ്യമല്ല. ആ നാള് വന്നു ചേരുന്നത് വരെ പലർക്കും പല അളവിലുമുള്ള മുൽക്കുണ്ടാകും, പലർക്കും പല വിധത്തിലുള്ള അധികാരം ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും, കാര്യങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വ്യക്തമാക്കുന്നത് പോലെ കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന് പറയുന്നത് കാണാം. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, ഇടയന്മാരാണ്, അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിയന്ത്രണം ഉള്ളവരാണ്. നിങ്ങളുടെ കീഴിലുള്ള റഅയത്തിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ഒരു താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും നിശ്ചിത നിർണിതമായ അളവിലുള്ള അധികാരവും നിയന്ത്രണവും ഒക്കെ ആ നാള് വരുന്നത് വരെയുണ്ട്. പക്ഷെ ആ യൗമുനഖീം വന്നണഞ്ഞാൽ, അല്ലെങ്കിൽ സാഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മുൽക്ക് ആർക്കുമില്ല. അത് ആളുകൾ തെരഞ്ഞെടുത്ത നേതാവായാലും സ്വയം അധികാരം പിടിച്ചെടുത്ത ആളായാലും അല്ലെങ്കിൽ ദൈവികമായി നൽകപ്പെട്ട വല്ല സ്വാധീനമോ അവസ്ഥയോ സാഹചര്യങ്ങളോ ഉള്ള ആളായാലും ആ ദിനം വരെ മാത്രമാണ് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അവസരമുള്ളത്. അൽ മുൽക്കു യൗമ ഇതില്ല. അന്ന് മുൽക്ക്, ആധിപത്യം, അധികാരം, നിയന്ത്രണം ഒക്കെ അള്ളാഹുവിനാണ്. യഹ്കുമു ബൈനഹും, അവൻ അവർക്കിടയിൽ ഈ രണ്ട് വ്യത്യസ്തമായ സരണികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ, ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് അഭിസംബോധന ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ കൊണ്ടുവന്ന റിസാലത്തിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച് അതിനെ പിന്തുണക്കാൻ വേണ്ടി വന്ന ആളുകളുടെ ഒരു പക്ഷവും അതിനെ സംശയത്തോടെ മാത്രം കാണുകയും അതിനെ നിരാകരിക്കുകയും തള്ളിക്കളയുകയോ ഒക്കെ ചെയ്ത പ്രവാചകനെ കളവാക്കിയ മറ്റൊരു വിഭാഗവും. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അന്ന് അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അവർക്കിടയിൽ അള്ളാഹു വിധി പറയും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ആ നാളിന്റെ ഒരു പ്രത്യേകത വിശ്വാസം ഉൾക്കൊള്ളുകയും കർമ്മങ്ങളെ ഏറ്റവും ഉത്തമമാക്കുകയും ചെയ്ത ആളുകൾ അവര് ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ ഉദ്യാനങ്ങളിലായിരിക്കും. അവര് ഒരിക്കലും തന്നെ അവരുടെ വിശ്വാസത്തിന്റെയോ അവരുടെ നിലപാടുകളുടെയോ ഫലം, സൽഫലം കാണാതിരിക്കുകയില്ല. അവരെ കാത്തിരിക്കുന്നത് ജന്നാത്തുൻ നഈമാണ്. നഈം എന്ന് പറഞ്ഞ നിഅമത്ത് നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഉദ്യാനമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ജന്നത്തു നഈം എന്ന് പറഞ്ഞാൽ അതാണ്. അസംഖ്യം അനുഗ്രഹങ്ങൾ നിറഞ്ഞ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ സമൃദ്ധമായി നൽകപ്പെടുന്ന ഉദ്യാനങ്ങളാണ് ഈ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന ഫഉലൈക ലഹും അദാബും മുഹീൻ. എന്നാലും മറിച്ച് നിലപാടെടുത്ത ആളുകളുണ്ട്. അവര് സത്യത്തെ മറച്ചു വെച്ചവരാണ്, മൂടി വെച്ചവരാണ്, നിഷേധിച്ചവരാണ്. വല്ലദീന കഫറു, കഫറ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ബോധ്യപ്പെടുന്ന, ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടും അതിനോട് നിഷേധഭാവം പുലർത്തുന്ന ആളുകളെയാണ് കാഫിറുകൾ എന്ന് പറയുന്നത്. സത്യം ഉൾക്കൊള്ളാനുള്ള തെളിമയോടുകൂടിയുള്ള കാര്യങ്ങൾ വ്യക്തമായാൽ അത് ഉൾക്കൊള്ളുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്നതിന് പകരം അതിനെ കിത്മാൻ ചെയ്യുന്ന, മൂടിയിടുന്ന, നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന. ഈ പദം വിശുദ്ധ ഖുർആനിൽ കർഷകർക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദം, അജബൽ കുഫാർ നബാത്തുഹു എന്നുള്ള വിധത്തില് ഒരു പ്രയോഗം ഖുർആനിൽ കാണാൻ കഴിയും. കർഷകർക്കുള്ള ഒരു പദമായിട്ട് അറബി ഭാഷയിൽ അത് പ്രയോഗത്തിലുണ്ട്, ഖുർആൻ അത് പ്രയോഗിക്കുന്നുണ്ട്.
കർഷകർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് മണ്ണിൽ വിത്ത് മൂടിയിടുന്നു എന്നത്. ആ ഒരു സംഗതിയെ പരാമർശിച്ചുകൊണ്ടാണ്, ഒരു സംഗതിയെ ഒളിപ്പിച്ചു വെക്കുന്ന, മൂടിയിടുന്ന ഒരു കാര്യം ചെയ്യുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് ആ വാക്ക്, ആ പ്രയോഗം വരുന്നത് തന്നെ. അപ്പോ വല്ലദീന കഫറു വകദ്ദബൂ ബി ആയാത്തിന, നമ്മുടെ ആയാത്തുകളെ കളവാക്കിയ ആളുകൾ. ആയാത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് ബോധ്യമുണ്ടാക്കുന്ന പ്രതിഭാസങ്ങളാണ്. അത് ദൈവിക ഗ്രന്ഥത്തില് വെളിപ്പാടുകളുടെ ഭാഗമായിട്ടുണ്ട്. അതേപോലെ ഈ പ്രപഞ്ച സാകല്യത്തിലായിട്ട് അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിരിക്കുന്ന അസംഖ്യം പ്രതിഭാസങ്ങളും ഉണ്ട്. ഇത് അള്ളാഹുവിന്റെ സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉള്ള കൃത്യമായ സൂചനകളാണ്. അള്ളാഹുവിന്റെ ആയാത്തുകൾ എന്ന് പറയുന്നത് സത്യത്തിലേക്കുള്ള പോയിന്റേഴ്സ് ആണ്. സത്യം ഇതാണ് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സൂചനകളാണ് ആയാത്തുകൾ എന്ന് പറയുന്നത്. അത്തരം സൂചനകളെ കളവാക്കി കളയുന്ന ആളുകൾ, അത്തരം ആയാത്തുകളെ, സത്യം ബോധ്യപ്പെടുത്തി തരുന്ന ആയാത്തുകളെയും ദൈവിക സൂക്തങ്ങളെയും നിഷേധിക്കുന്ന ആളുകൾ, ഉലൈക ലഹും അദാബും മുഹീൻ, അവരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ശിക്ഷയാണ് അവർക്കായി കാത്തിരിക്കുന്നത്. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക്, കർമ്മങ്ങളെ ഏറ്റവും ഉത്തമമായ രീതിയിലാക്കി മാറ്റിയ ആളുകൾക്ക് ജന്നാത്തുൻ നഈം അള്ളാഹു വാഗ്ദാനം ചെയ്യുമ്പോൾ, സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആ സമൂഹത്തെ താക്കീത് ചെയ്യുന്ന, അവരെ കൃത്യമായി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.